സിഹാവ് VS-ന്റെ മരണമറിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്തിനാണ് എന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് രാജ്യത്തിൻ്റെ മുമ്പിൽ. യഥാർത്ഥത്തിൽ അത് ഇതുവരെയും അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ട്രഷറി ബെഞ്ച് തയ്യാറാകുന്നില്ല. ന്യായമായി പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാലെന്ന്, പക്ഷെ അത് വിശ്വാസയോഗ്യമല്ല. പല കാരണങ്ങളാലല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രാജ്യം കണ്ടതുപോലെ അന്ന് വൈകുന്നേരം വരെയും അദ്ദേഹം വളരെ എനർജറ്റിക്കായി കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കണ്ട മുഴുവൻ എംപിമാരും, സാധാരണഗതിയിൽ എംപിമാരെല്ലാം സഭ ആരംഭിക്കുന്ന ദിവസങ്ങളിലും തുടർന്നുള്ള ദിവസങ്ങളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോകാറുണ്ട്, ചായ കുടിക്കാറുണ്ട്, പരസ്പരം സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരും. അന്നും അതെല്ലാം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്, ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ അദ്ദേഹം രാജസ്ഥാനിൽ ഉൾപ്പെടെ പൊതുപരിപാടികൾ കൊടുത്തിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം അങ്ങനെ പൊതുപരിപാടികൾ ഷെഡ്യൂൾ ചെയ്യുമായിരുന്നോ? ഇല്ല. ഇനി പോട്ടെ, ആരോഗ്യ കാരണങ്ങളാലാണെങ്കിൽ ഇങ്ങനെ രാത്രിയുടെ മറവിൽ പെട്ടെന്നൊരു രാജിയുടെ ആവശ്യമുണ്ടോ? കാരണം അതിനു മുമ്പ്, സഭ ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനാകാമായിരുന്നു. ഈ സെഷനിടയിൽ ഇത്തരത്തിലൊരു ക്രൈസിസ് അദ്ദേഹമായിട്ടുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ തന്നെ അതാകാമായിരുന്നു. പൊടുന്നനെ ഒരു ഡോക്ടർ അഡ്വൈസ് വന്നു എന്നൊക്കെ വിശ്വസിക്കാൻ നമുക്കിപ്പോൾ സാധിക്കുകയില്ല. കാരണം അതല്ല അതിൻ്റെ വസ്തുത എന്നതുകൊണ്ടാണ്. അങ്ങ് പറഞ്ഞതുപോലെ വൈകുന്നേരം സഭ പിരിഞ്ഞ് തുടർന്നുള്ള മണിക്കൂറുകളിൽ രാജിവെക്കാൻ വേണ്ടി അദ്ദേഹം റൈസാന ഹില്ലിലേക്ക് പോകുന്നത് വരെയുള്ള നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അത് വളരെ കൗതുകമുള്ള രാഷ്ട്രീയ ഡെവലപ്മെൻ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ ശ്രീ ജഗദീപ് ധൻഖറിനോട് ഒട്ടേറെ അഭിപ്രായ ഭിന്നതകളുള്ള MP-യാണ് ഞാൻ, എൻ്റെ പാർട്ടിയുമാണത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റിന് ഞങ്ങൾ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അദ്ദേഹത്തിനെതിരെ ശക്തമായ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവണതകളോട് തെല്ലും നമുക്ക് യോജിക്കാനാകില്ല. അദ്ദേഹം അങ്ങേയറ്റം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടുകൂടി സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഭരണഘടനാ സ്ഥാനത്തിരുന്നു കൊണ്ട് നടപ്പിലാക്കാൻ പ്രയത്നിച്ചു എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ്. അത് ഞങ്ങൾ അതിനെതിരെ ശക്തമായി സഭയ്ക്കകത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അറിയേണ്ട കാര്യം ഈ ദുരൂഹതയുമായി ബന്ധപ്പെട്ട ആ മണിക്കൂറുകളാണല്ലോ. ഇപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നു എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന പത്രം അല്ലേ, അവിടെ അവരുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ എന്ന് വെച്ചാൽ ഇന്നലെ ബ്രിട്ടാസ് പറഞ്ഞതായി കോട്ട് ചെയ്തിട്ട് തന്നെയുണ്ട്. അതിൽ പറയുന്നത് ബ്രിട്ടാസ് ഒരു കേന്ദ്രമന്ത്രി വിളിച്ച് ഉപരാഷ്ട്രപതിയുമായി വാക്കുതർക്കമുണ്ടായി, ശകാരിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുന്നു എന്നാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഒട്ടേറെ നാളുകളായി ഈ കേന്ദ്ര സർക്കാരുമായി അഭിപ്രായ ഭിന്നതയിലേക്ക് അദ്ദേഹം നീങ്ങിയിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഇത് ഔപചാരികമായി പറയുന്ന കാര്യമല്ല, പക്ഷേ വസ്തുത ഏതാണ്? വളരെ ലൗഡായി കേൾക്കുകയാണ്. എവിടെയെങ്കിലും തെന്നി നിറച്ചും കേൾക്കുന്നതല്ല, വളരെ ലൗഡായി തന്നെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹവുമായിട്ട് ഒട്ടേറെ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അഭിപ്രായ ഭിന്നതകൾ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളെ അദ്ദേഹം തുറന്ന് എതിർത്തിരുന്നു. തുടർന്ന് തങ്ങൾക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഏകാധിപത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൽ പ്രകടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജഗദീപ് ധൻഖർ BJP ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ BJPക്കാൾ ശക്തിയോടുകൂടി പാർലമെന്റിനുള്ളിൽ ചെയ്തതും അത് ഒക്കെയും ട്രഷറി ബെഞ്ച് ഭയങ്കരമായി മോദി ഉൾപ്പെടെയുള്ളവർ ആസ്വദിക്കുകയും ചെയ്തതാണ്. പക്ഷെ അങ്ങനെ ഒരാളായിരുന്നിട്ട് കൂടി ശ്രീ ജഗദീപ് ധൻഖർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ BJP ക്യാമ്പിന് അനഭിമതനായി എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ ഈ രാജി. അപ്പോൾ വളരെ ഓവർ എ പീരീഡ് ഓഫ് ടൈം വളരെ പതുക്കെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജഗദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അദ്ദേഹത്തെ വളരെയധികം ബഹുമാനമില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു. മന്ത്രിമാർ അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല. രാഷ്ട്രീയമായ വിയോജിപ്പ് എന്നോടവർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലതരത്തിലും അദ്ദേഹം നടത്തിയതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും തന്നെയും കുറേ അങ്ങോട്ട് പോയി വളരെ കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ പെട്ടെന്നുണ്ടായ സംഭവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ ഉള്ള കൈക്കൂലി കേസിൽ പണം, അനധികൃത പണം കണ്ടെത്തിയ കേസിൽ പ്രതിയേർക്കപ്പെടുന്ന അല്ലെങ്കിൽ അക്യൂസ്ഡായ കുറ്റാരോപിതനായ ജഡ്ജിയെ പുറത്താക്കുന്നതിനാവശ്യമായ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് ഇദ്ദേഹം ഏകപക്ഷീയമായി കടന്നു രാജ്യസഭ.
ലോക്സഭയിൽ അത് നടപ്പിലാക്കാം എന്ന ധാരണയിൽ നിൽക്കവെയാണ് ഇദ്ദേഹം ഏകപക്ഷീയമായി ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് രാജ്യസഭയിൽ അതിനുള്ള നീക്കം നടത്തുകയും രാജ്യസഭയിൽ അതിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ താല്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ജുഡീഷ്യറിയുമായിട്ടുള്ള അദ്ദേഹത്തിന് വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ജുഡീഷ്യറിയോടുള്ള ഏറ്റുമുട്ടൽ അതെല്ലാം വേറൊരു തരത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിൽ തമ്മിൽ രാഷ്ട്രീയമാണല്ലോ ശ്രീ വേണു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിൽ നരേന്ദ്രമോദി നിശ്ചയിച്ച ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഒരാൾ അല്പം മാറി അഭിനയിച്ചു. അതാണ് പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്രമോദിയുടെയും BJP ഗവൺമെൻറ്റിൻ്റെയും സ്ക്രിപ്റ്റ് എന്നത് ഇതേ ഇംപീച്ച്മെൻറ്റ് നടപടി ലോക്സഭയിൽ നടത്താം എന്നതായിരുന്നു. ഇത് വായിച്ചെടുക്കാൻ കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ ഞാനത് വായിച്ചെടുക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ റൂളിംഗ് ഉണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം ഈ രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ റൂളിങ്ങിൻ്റെ വെർബാറ്റം ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനത് അങ്ങേക്ക് അയച്ചു തരാം. അതങ്ങ് വായിച്ചാൽ അതിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് വളരെ കൗതുകത്തോടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം വളരെ കാര്യമായി പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം, രാജ്യസഭയിൽ ലോക്സഭയിൽ ആദ്യം തന്നെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു, രാജ്യസഭയിൽ കൂടി താൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ അങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ ഇനി ലോക്സഭയിലും രാജ്യസഭയിലും ഒരുമിച്ച് ഒരേ സമയം സ്പീക്കറും ചെയർമാൻ ഓഫ് ദി രാജ്യസഭയും ഒരുമിച്ചാണ് ഇംപീച്ച്മെന്റ് നടപടികൾ നടത്തേണ്ടത്. എന്നിട്ട് അദ്ദേഹം ഒരു വേള ആ റൂളിംഗ് നിർത്തിയിട്ട് വേദിയിലുണ്ടായിരുന്ന ഹൗസിലുണ്ടായിരുന്ന കിരൺ റിജിജുവിനോട്, നിയമമന്ത്രിയോട് ശ്രീ ജഗദീപ് ധൻഖർ ചോദിക്കുന്നുണ്ട്, അല്ലേ ലോ മിനിസ്റ്റർ, അങ്ങനെയല്ലേ നിയമം എന്ന് ചോദിക്കുന്നുണ്ട്. കിരൺ റിജിജു ഉത്തരം പറയുന്നുണ്ട്, ശരിയാണ്, അങ്ങനെയാണ് നടത്തേണ്ടത്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ, അതാണ് നിയമവും. തീർച്ചയായും അദ്ദേഹത്തിന് കൂടി ഇംപീച്ച്മെന്റ് നടപടികളിൽ പങ്കെടുക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ജഗദീപ് ധൻഖറെ വെച്ച് ഇംപീച്ച് ചെയ്യേണ്ടതില്ല, അത് ഞങ്ങളുണ്ടാക്കിയ വേറൊരു സ്ക്രിപ്റ്റിന്മേൽ ലോക്സഭയിൽ നടത്തിക്കൊള്ളാമെന്ന രാഷ്ട്രീയ ധാരണ BJPക്കും ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും ഇതിൽ നിന്ന് ഇതാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം. കാരണം അദ്ദേഹം ഒടുവിലായി നടത്തിയ റൂളിംഗ് ഇതാണ്. ആ റൂളിങ്ങിന്റെ തുടർച്ചയിലാണ് അങ്ങ് പറഞ്ഞ മണിക്കൂറുകൾ. ആ മണിക്കൂറുകൾക്കിടയിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നത് യാതൊരു സംശയവുമില്ല, വളരെ സ്പഷ്ടമായതെല്ലാം പുറത്തു വരേണ്ടി വരും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ശ്രീ ജഗദീപ് ധൻഖർ തന്നെ അദ്ദേഹത്തിൻ്റെ നാവ് അനക്കി തുടങ്ങും, സംസാരിച്ചു തുടങ്ങും. അതെല്ലാം ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഒരൊറ്റ വായനയിൽ പറഞ്ഞാൽ, ഇതെല്ലാം കഥ എന്തുമായിക്കൊള്ളട്ടെ, BJP ക്യാമ്പിനകത്ത് ഉയർന്നു വരുന്ന അസംതൃപ്തിയും അസഹിഷ്ണുതയും ഒക്കെയാണ് ശ്രീ ജഗദീപ് ധൻഖറിന്റെ, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അസ്വാഭാവികമായി രാജിവെക്കാനിടയായ സാഹചര്യത്തിലേക്ക് നയിച്ചത്. അത് BJP ക്യാമ്പിനുള്ളിൽ ഉയർന്നു വരുന്ന, പുകഞ്ഞു വരുന്ന അസ്വസ്ഥതകളും അസഹിഷ്ണുതയും ഒക്കെയാണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.